ISL ഫുട്ബോൾ കളി കാണണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടിക്കറ്റിന് പൈസ വേണം. അത് കുഴപ്പമില്ല, അത് നമ്മൾ നെയ്യാറ്റിൻകരക്കാർ അത് ചെയ്ത്. അപ്പം അതിലായുള്ളൂ. അത് ആരായിരുന്നാലും നെയ്യാറ്റിൻകരക്കാരാണല്ലോ. അപ്പം പടവലംകാർ ബാക്കി അല്ലേ? അല്ല, ഈ പടവലങ്കാരും ബാക്കി ചെയ്യാൻ ടിക്കറ്റ് എടുത്താ പിന്നെന്താ, പോയി കണ്ടാ പോരെ കളിയാണ്. എൻ്റെ അച്ഛൻ കുട്ടമ്പഴം നിൽക്കിട്ടുണ്ടോ? കള്ളം വന്ന് വീട്ടിൽ കയറി സാധനങ്ങൾ എടുത്തിട്ട് പോയപ്പോ വായി പഠിച്ചിങ്ങനെ നിന്ന് ഇതിനവിടെ ഭർത്താവിനെ കുറ്റം പറഞ്ഞാടി. അയ്യോ, എന്റെ ടൂൾസ് എടുത്തിട്ട് പോയാ? അയാൾ അതൊന്നും കൊണ്ടുപോയില്ല. പിന്നെ ടൂൾസ് കൊണ്ടുപോകാൻ പറ്റിയ സാധനം വേറെ എന്തെങ്കിലും എടുത്തിട്ട് പോയത്? പറ, പൈസ ആഭരണം എടുത്തിട്ട് പോയാ? കൊണ്ടുപോയി ഒരുപാട് രത്നങ്ങൾ. ഇവിടെ ഇരിക്കല്ലേ കൊണ്ടുപോകാനായിട്ട്. ആകെ 1500 രൂപ ഉണ്ടായത്, അതും കൊണ്ട് കള്ളം പോയി. 1500 നിന്റെ ഉണ്ടായിരുന്ന? എന്നിട്ടാണ് രാവിലെ 500 രൂപ തരാത്തത്? അത് നിൽക്കുന്ന നിങ്ങൾ തിരിച്ചു തരില്ലല്ലോ. കള്ളത്തിന്റെ അച്ഛനാണ് തിരിച്ചു തരാൻ തന്നെ. ആമി, പണ്ട് നെയ്യാറ്റിൻകര ക്ലബ്ബ് ഉണ്ടല്ലോ, അവിടെ അത്തപ്പൂ മത്സരം ഉണ്ടായിരുന്നു. ഞാനും പങ്കെടുത്ത്. 50 പേരായിരുന്നു എതിരാളികൾ. ഞാൻ കൂട്ടി 51. ഫസ്റ്റ് എനിക്ക്. അന്ന് കിട്ടിയ കപ്പ് എന്തില്ല സുരേന്ദ്ര? പിന്നെ അന്ന് കിട്ടിയ കപ്പലിൽ ഇപ്പൊ എല്ലാവരും കാപ്പ് കുടിക്കണത്. അച്ഛാ, അതെ, കള്ളനെ കുടിച്ച് കഴിയുമ്പോൾ എനിക്കൊരു സെൽഫി എടുക്കണം. ഞാൻ ഇന്നുവരെ കള്ളൻ്റെ ഒപ്പം സെൽഫി എടുത്തിട്ടില്ല. എന്നിട്ട് അടിക്കുറപ്പുണ്ട് എഴുതിയാടാ, ആൽമരത്തിന്റെ തണലിൽ കള്ളനെന്ന്. ചപ്രത്തലയാ. അച്ഛ വന്നേ, ബാ കാപ്പി കുടിക്കാം. ചെല്ലോ അമ്മ, ചെന്ന് കാപ്പി കുടി. ഇല്ല അമ്മ. അച്ഛനെ വിളിച്ചിട്ട് വന്നേ, കാപ്പി കുടിക്കാം. ശരി ചേച്ചി. നീ കാപ്പി കുടിച്ചാ? ഇല്ല അമ്മ, ഞാൻ കുടിച്ചില്ല. വയറു ചെന്നിരിക്കല്ലേ? ഇല്ല ഇല്ല. പോകുമ്പോ ആ കട ഇറങ്ങി കാപ്പി കുടിച്ചിട്ട് പോ കേട്ടാ. അച്ഛൻ ഗുണ്ടകളെയൊക്കെ അടിച്ചോടിച്ചിട്ടുണ്ടോ? വേറെ ആരെങ്കിലും ആയിരുന്നു ഈ ചോദ്യം ചോദിച്ചിരുന്നെങ്കിൽ. പണ്ട് അന്ന് നീ ഇല്ല, നീ നീരുവിന്റെ വയറ്റിൽ ഗർഭിണിയായിരുന്നു. അല്ല, നീ നീരുവിന്റെ വയറ്റിലുണ്ടായിരുന്ന സമയം നീ നീരുവിന്റെ വയറ്റിൽ ഗർഭിണിയായിരുന്നു. അതിനുശേഷം അച്ഛൻ ഗരുഡൻ ഭാർഗവനെ കണ്ടിട്ടുണ്ടോ? കണ്ടാന്ന്. കഴിഞ്ഞ വർഷം ഗരുഡൻ ഭാർഗവൻ പരോളിനിറങ്ങി. അച്ഛനെ പെട്ടെന്ന് പനി വന്ന് ആശുപത്രിയിലായി പോയി. അല്ലെങ്കിൽ അവനെ അന്നിനെ തീർത്തനവന്റെ തീർത്ത് കെട്ടിയത് ഞാൻ. പണ്ടേ ഈ ഭാർഗവം പരോളിന് ഇറങ്ങുന്നെന്ന് അറിഞ്ഞപ്പോഴേ എന്റെ കുഞ്ഞ് 2 ആഴ്ച പനിച്ച് ആശുപത്രി കിടന്നത്. ബാലു, എനിക്ക് ഇരുന്നിട്ട് ഇരിപ്പുറയ്ക്കുന്നില്ലടേ. ജംഗ്ഷൻ വരെ ഓടിയിട്ട് വരി. അണാ, ഇപ്പൊ കഴിച്ചാൽ ശരിയാവില്ല. മേലെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യണം, എന്നിട്ട് കഴിച്ചാലേ ശരിയാവുള്ളൂ. ഓണമല്ലേ? മൺമട്ടി എടുത്ത് പറയാം, മൊത്തം കളക്കിട്ട് വിടാം. ഇത് നല്ല നല്ല മുളവിലിട്ടോലുണ്ട് കണ്ണ്. അച്ഛൻ മരുന്ന് വാങ്ങിച്ച് ഒഴിച്ചു തരാം കേട്ടാ. എവിടെ നല്ല തണുപ്പായിരിക്കും ശരിക്കും. ഓ, അമ്മ ഇട്ടേ ഉണ്ടായിട്ട് അച്ഛട്ട് കൊടുക്കാം. ശിവാനി, നീ 5 ദിവസത്തേക്ക് ക്ലാസ്സിൽ പോകണ്ടല്ലോ. ആണോ? അപ്പൊ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോണോ? വേണ്ട, ജംഗ്ഷനിൽ കുറച്ച് ആൾക്കാരെ വിളിച്ചുകൊണ്ട് പോകും. I'm a bad boy doing good things. Got a lemonade with chicken wings. With a bad bitch and she quite thick. So I'm. നീലു, എന്റെ കോപ്പർ കണ്ടാ? കോപ്പർ കണ്ടാ? ആ കണ്ട്. ഞാൻ എടുത്ത് തോരൻ വെച്ചേക്കുന്നു. വേണപ്പോ കുറച്ച് കുട്ടമ്പളേക്ക് കുറേ. എന്തിനാ അങ്ങോട്ട് മാത്രം വെക്കണത്? നെയ്യാറ്റിക്കും കുറച്ച് കൊടുത്തു വിടാലോ. അവിടെ കോപ്പർ തോരൻ വേണ്ട, അവിടെ നല്ല വെള്ളി തോരനും നമ്മളെ സ്വർണ്ണ തോരനൊക്കെ അവിടെ ഉണ്ട്. ഓ, അത്രയൊക്കെ ഉണ്ട് അവിടെ. കുറച്ചും കൊണ്ടുവരാൻ പറ. അയ്യോ, കൊണ്ടുവരാൻ ആരുമില്ല, കുട്ടമ്പളെ പറഞ്ഞു വിടുവോ? പെട്ടെന്ന് എടുത്തോണ്ടോ ആടി. ആള് മാറിയില്ല മക്കളെ, ഓടിക്കൊണ്ടോ. ശിവ, ഇതിലോട്ട് നോക്കിയാണ്. അയ്യോ, എന്താ ഇത്? എന്ത്? അതെ, മാറ്റി 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 മാറ്റി. ഏത് മാറ്റി മാറ്റി? അല്ല, എനിക്ക് വേറെ കണ്ണാടി എടുത്തോണ്ട് വരാം.
I got broads in Atlanta, just to lean the family. Credit cards and the scammers, hitting no licks. ഇത് എന്തോന്ന് ഇവിടെ ഒരു ബഹളം? അയ്യോ, അറിയാതെ പോലെ ഉണ്ടാക്കിയാണ്. സാറ് അകത്തുള്ളവരെ ഞാൻ അറിഞ്ഞില്ല. എന്തോന്ന് വെച്ചാ വട്ടായ? ആകോട്ട് നട്ടതിന് അച്ഛന് നട്ട്. Yeah, that body's a blessing, girl. I ain't trying to pressure her, but she messed with the temperature. Hard road. ഇനിയേ കുറെ വർക്ക് പിടിക്കണം, പെട്ടെന്ന് ചിട്ടിയടഞ്ഞു തരണം. ഇത്രേ ഉള്ളൂ. ചിട്ടി കിട്ടി കഴിയുമ്പോ പ്രാന്താവണ്ടിരുന്നാ മതിയായിരുന്നു. അതെ, ഈ ഒരു കാര്യം പ്രാന്തിന്റെ അച്ഛൻ. ഇന്നലെ ജംഗ്ഷനിൽ വെച്ച് കുറെ എണ്ണം അവന്റെ മുടിയെ പറ്റി കളിയാക്കിയില്ലേ? അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ ഇവിടെ അവൻ്റെ അടുത്ത് വന്ന് ദേഷ്യപ്പെട്ടു. ഞാൻ എത്രയും പെട്ടെന്ന് മുടി വെട്ടാന്ന് പറഞ്ഞു. അവൻ എന്ത് ചെയ്യുന്ന അറിയാമോ? മുടി ഇവിടെ വെട്ടി വെച്ചിട്ട് ഒരു ലെറ്റർ എടുത്ത് അടുത്ത് വെച്ചിട്ട് പോയി. എടാ, എനിക്ക് ആ ലെറ്റർ വായിച്ചപ്പോഴേ ഒരു ആത്മഹത്യാ ഭീഷണി ഉണ്ടോ ഒരു സംശയടാ. ഒന്ന് പേടിക്കണ്ട സമാൻ, ഇത്തിരി വെറുതെ പേടിക്കാതെ നമുക്ക് ആ പാറമടയിൽ നോക്കിയാലോ. ഒന്ന് പേടിക്കണ്ട സമാൻ, ഇത്തിരി വെറുതെ പേടിക്കാതെ. അമ്മേ, ലച്ചേച്ചി പറയുവാ അമ്മ ഭയങ്കര കലിപ്പിലാവുണ്ട് എൻ്റെ അടുത്ത് ഇറങ്ങി പോവാൻ. അവള് പറഞ്ഞതാ സത്യം. ഇവിടെ ഇന്ന് ഓരോന്ന് ചോദിക്കാനല്ലേ, ഇറങ്ങി പോടാ. അമ്മ, അച്ഛൻ ഇന്ന് തന്നെ വരും. ഒന്നാമത് അച്ഛൻ 1-2 ദിവസത്തിൽ കൂടുതൽ അച്ഛൻ എന്നെ കാണാതിരിക്കാൻ പറ്റത്തില്ല. അച്ഛൻ പോയിട്ട് 3 ദിവസം കഴിഞ്ഞൂടാ. നിന്റെ കൈ കൊണ്ടേതിന് രാവിലെ പണി മെനക്കെടുത്തരുത്. ഒന്നാമത് നിങ്ങൾ താക്കോലെട്. താക്കോൽ വേണോ? ആ താക്കോൽ വേണം. അടിക്കല്ലേ അടിക്കല്ലേ, നിങ്ങൾ എന്നെ അടിച്ചല്ലേ? എന്ത് കുഴപ്പം? ശരി, ആ ശരി. നിങ്ങൾ എന്റെ ഒരു മുഖയെ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പൊ വേറെ കാണിച്ചു തരാം. മക്കളെ എന്തിരി ഭയങ്കര പോക കേട്ടാ. എന്തിരി പോ എന്തിനു കാണിക്കണം? അതും പോയി. നിന്റെ തണ്ട കായ് കൊടുത്ത് വാങ്ങിച്ചൊന്നും അല്ലല്ലേ ഇത്. എന്തോന്ന് അച്ഛനും മോനും കൂടി സംസാരം? ഞങ്ങൾ കുറച്ച് കൊച്ചു വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. അടക്കള പോവായിരിക്കും. അങ്ങനെ മനസ്സിലായി? അല്ല, ഈ വഴി കൊടക്കലിന് പോകാൻ പറ്റുമല്ലോ. അമ്മ, ഇത്രയും ദൂരം ഞാൻ മുടിഞ്ഞ കൂടെ നടന്നിട്ട് എനിക്ക് ഒരു ഗ്ലാസ് നാരങ്ങാവെള്ളം പോലും ചേട്ടൻ മേടിച്ചു തന്നില്ല. ഇതാണ് ഇവന്റെ പ്രശ്നം. എവിടെയെങ്കിലും കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വേണം ഇത് വേണം ആർത്തി മാത്രമേ ഉള്ളൂ. അമ്മ നാരങ്ങളും ഇവിടെ വന്നിട്ടാണെങ്കിൽ കുടിക്കാല, പൈസ ലാഭിക്കാല അല്ലെ? പിന്നെ ആണ് ഞാൻ പറഞ്ഞത്. ബാക്കി പൈസ എടുക്ക്. ആ ലാഭിച്ച ബാക്കി പൈസ എടുക്കേ. അത് ഞാൻ റീചാർജ് ചെയ്തു. Yeah, blue jeans, Air Ones and a white tee. 06 hanging out the window like E. High feet on one off a bottom. പോയെ ലച്ചു, മിണ്ടാതിരിക്കി. നല്ല വള്ളി കൊള്ളാല. ഇതെവിടുത്തെ നിന്റെ നിക്കറിന്റെ നിന്റെ പാഹോനാണ്. അമ്മയുടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കളിപ്രാന്തുള്ള കാര്യം എനിക്കറിഞ്ഞൂടായിരുന്നു കേട്ടാ. എങ്ങനെ ഈ കളിപ്രാന്ത് ഫുട്ബോള്? ഡേ ബാലുവേ, നെയ്യാറ്റിങ്ങനെ എല്ലാ മൈതാനത്തും പന്ത് തട്ടിയിട്ടുണ്ട് കേട്ടാ. ചോദിച്ചോക്ക് സുരേന്ദ്രൻ്റെ അടുത്ത്. തന്നെ വെച്ചമ്പി? ആ, എനിക്കറിഞ്ഞു. മറോടാണ് നിങ്ങളെ പോലെ തന്നെ, പൊക്കം കുറവാണ്, തടിയാണ്. നല്ല കളിയല്ലേ? ഇതെന്താടാ കാണിച്ചു വെച്ചിരിക്കണേ? കറക്റ്റ് ആണല്ലോ, അതിനാണല്ലോ ചോദിച്ചത്. ഇത് ഒരേ കളർ അല്ലേടാ? പൈസയും കൊടുത്തിട്ട് പല പല കളർ വാങ്ങിട്ട് പൈസ കൊണ്ട് വേസ്റ്റ് ചെയ്തല്ല നീ. മ്യൂസിക് ചേച്ചി കോട്ടയത്ത് പോകുമ്പോഴേ ചേച്ചിയുടെ ഫോൺ ഇവിടെ വെച്ചിട്ട് പോവോ? അവിടെ ചെന്ന് ചിറ്റോട് പറഞ്ഞ് പുതിയ ഫോൺ വാങ്ങി തരും. എന്തിനാ ഫോൺ മാത്രമാക്കണേ? എന്റെ ബ്രഷും സോപ്പും ചുരിദാറൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, എല്ലാം എടുത്തോ. എനിക്കൊന്നും വേണ്ട പേട്ട സാധനങ്ങളും. എടി നീ എടുത്തോടി. ആ ബ്രഷും സോപ്പും ഒന്നും യൂസ് ചെയ്ത സാധനം ഫ്രഷാ. അണ്ണാ, എൻ്റെ കാര്യത്തിലൊരു തീരുമാനം പറയുകയാണ്. നിങ്ങൾ പറഞ്ഞിട്ടല്ലേ അണ്ണാ ഞാൻ ആ മോലാളി ഇത്രയും ചീത്തയൊക്കെ വിളിച്ചിട്ട് വണ്ടിയും കൊടുത്തിട്ട് വന്നത്. എൻ്റെ കാര്യം ഇപ്പോൾ കട്ടയം ഇവിടെ മടങ്ങിയല്ല. എടാ മണ്ടമണാപ്പി, ചെല്ല് നിന്റെ മോലാടി അടുത്ത് ചെന്ന് കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. ഇല്ല ഇല്ല, ചെന്നോടനെ കരഞ്ഞ് കാല് പിടി. അപ്പൊ ഇതിനെ തിരിച്ചെടുക്കും. വാ കൊള്ളാം. ബാലു എന്തേ ചപ്പാത്തി ചപ്പാത്തി തിന്നാം.
നാളെ എന്റെ അച്ഛൻ കുട്ടാൻ വരുമ്പോ ചൂടാക്കി കുറയും നോക്കി വെച്ചേ മാമി. ഓക്കെ ചിലപ്പം ക്ലാസിക്കൽ വേണോ ഭരതനാട്യം വേണോ മോഹിനിയാട്ടം വേണോ കുച്ചിപ്പുടി വേണോ? നമുക്ക് ആദ്യം ക്ലാസിക്കലിൽ നിന്ന് തുടങ്ങാം. ആയിക്കോട്ടെ, ഒറ്റ സെക്കൻഡ്. ആ പിന്നെ വയറ് കിടന്ന് ഇളക്കാൻ നോക്കണേ. ഓക്കെ, ഇങ്ങനെ പിടിക്കൂ. ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാ നമ്മൾ കളിക്കുമ്പോ ഓരോ സ്റ്റെപ്പും ഇവിടെ അടിക്കണം. എടി എന്ത് ചെയ്യാൻ പോവാ? എടി അവൾ അകത്ത് കയറിയിരിക്കുന്നത്, പുറത്തിറങ്ങിയാൽ എനിക്ക് കാര്യങ്ങൾ ചോദിച്ചാൽ മനസ്സിലാക്കാൻ പറ്റൂ. ഒക്കെ നമ്പരാണ് അവളുടെ, നിങ്ങളത് വിശ്വസിച്ചിരിക്കാ. നോക്കി ഇപ്പൊ അവൾ അകത്ത് കയറി വാലടച്ചില്ലേ, ഇപ്പൊ കയറി വരും അവൻ. ആര് വരും? അവളെ കെട്ടിയവൻ. ഒന്നോണ്ടല്ലേ വെട്ടി കേശവേ. അച്ഛാ ചേച്ചി ഭയങ്കര മോശമായി പോയേട്ടാ. ഒരു കല്യാണ ഫോട്ടോ കാണിക്കാൻ റൂമിനകത്ത് കുറ്റി അടച്ചില്ലേ? ബാലു, മൂവാറ്റൂടെ കല്യാണത്തിന് പോകാൻ വേണ്ടി മേടിച്ചു വെച്ച സാരി ഉണ്ടല്ലോ, ആ സാരി കാണില്ല. അയ്യോ എടി, ഒരു സാരി പോലും വാങ്ങിച്ചു കൊടുക്കാൻ കഴിവില്ലാത്തവരോടാണ് എടി അവൾ ഇറങ്ങി പോയത്. എന്നെ പോലെ തന്നെ ആയിരിക്കും അവളുടെ ലൈഫ് എന്തായാലും. നമ്മളെ ടിക്കറ്റ് കിട്ടിയാ? പിന്നെ 2 VIP ടിക്കറ്റ് ഫ്രണ്ടിൽ തന്നെ, നമുക്ക് 2 പേർക്ക് മാത്രം. അത് എങ്ങനെയാന്ന് പറഞ്ഞാല് സ്പോൺസർമാരിൽ ഒരാൾ എന്റെ വണ്ടിയിലാണ് സ്ഥിരം അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യണം. അങ്ങനെ നൈസാ കമ്പനി അടിച്ച് ഞാൻ ഒപ്പിച്ചാണ് 2 VIP ടിക്കറ്റ്. എനിക്ക് ഒപ്പിച്ചതേ ഒപ്പിച്ച്. നീ ആ സച്ചിന്റെ അടുത്തിരുന്ന് കാണാനുള്ള ഒരു സെറ്റപ്പ് ഒപ്പിക്കാൻ. സച്ചിനാ? അപ്പൊ നമ്മൾ ക്രിക്കറ്റ് കളി കാണാനാ പോണേ? പൊട്ടനായിരുന്നു ഞാൻ, പാട്ടു പാടാനറിയാതെ ചങ്ങരണ്ണ പോട്ട്. വേറെ നോക്കാം. കരുണം നോക്കിക്കോണേ. ഇങ്ങനെ പിടി. ഭയങ്കര ദുഃഖം കേട്ടോ. കക്കൂസിനെ എല്ലായിടത്തും പോണോ? പോയിട്ട് I'm gonna pop some tags, only got $20 in my pocket.